ഹായ് ഡിയേഴ്സ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, പുതിയൊരു വർഷം വരാറായിരിക്കുന്നു. ഇതുവരെ നമ്മൾ ജേണൽ പ്ലാനിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ. കാര്യം ഞാൻ ജേണൽ ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയെങ്കിലും അത് ഫ്ലോപ്പായി പോയതുകൊണ്ട് ഒരു ഗ്രിഡ് ജേണൽ കോംബോ ആണ് വാങ്ങിയിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മളിവിടെ ജേണൽ പ്ലാനിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പുതിയ ജേണലൊക്കെ അല്ലേ, കുറച്ച് സപ്ലൈസും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സപ്ലൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് പാറ്റേൺ പേപ്പർ, ഫ്രെയിംസ്, അതുപോലെ സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ട്രാൻസ്പെറൻറ്റ് വാഷി ടേപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ള ഗ്രിഡ് ജേണലിന് കുറച്ച് സ്യൂട്ടാവും എന്ന് തോന്നിയ രീതിയിലാണ് ഞാനിവിടെ പാറ്റേൺ പേപ്പേഴ്സും ബാക്കിയുള്ള സപ്ലൈസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ വലിയ ടാസ്ക് ഒന്നും അല്ലല്ലോ, വളരെ സിമ്പിളാണ്. നമുക്ക് ആവശ്യമുള്ള A4 ഷീറ്റ് എടുക്കുക, അത് രണ്ടായിട്ടൊന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഷ്ടമുള്ള ഷെയ്ഡൊക്കെ അടിച്ചു കൊടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ബ്രൗണിൻ്റെ പല വേരിയേഷൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ് വയലറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ലൈറ്റ് പിങ്കും എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ സ്ഥിരം കോഫി തട്ടിമറിഞ്ഞ ഡിസൈൻ, പിന്നെ ഗ്രിഡ് ലൈൻസിൻ്റെ വലുത്, ചെറുത്, ലവ് ഷേപ്പ്, പിന്നെ ക്ലൗഡ്, അതൊക്കെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാറ്റേൺ പേപ്പറിൽ നമ്മൾ കോട്ട് എഴുതിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഇവിടെ ഇപ്പോൾ ലവ് യുവർ സെൽഫ്, ബി യുവർ സെൽഫ്, ലവ് ദ വേ യു ആർ എന്നൊക്കെയാണ് കോഡ്സ് ആയിട്ട് എഴുതി കൊടുക്കുന്നത്. വളരെ കുഞ്ഞിതായിട്ടൊന്ന് എഴുതി കൊടുക്കാം. പണ്ട് സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതിയതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കാം. ഫ്രെയിംസ് ഉണ്ടാക്കാനും ആസ് യൂഷ്വൽ A4 ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. ഞാനിവിടെ മടക്കിയിട്ട് ആ മടക്കിൽ വെച്ചിട്ട് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് കളർ അടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലഷ് കളറിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ എനിക്കുണ്ട്. എന്തെടുത്താലും അതാണ് ആദ്യമേ കൈ വരിക. പിന്നെ ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ പിങ്ക്, ബ്രൗണ് ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഇതവിടെ ഉണങ്ങാൻ മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതും ആസ് യൂഷ്വൽ A4 ഷീറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പടമൊക്കെ പെൻസിൽ വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് ഇഷ്ടമുള്ള ഷെയ്ഡൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഫ്ലഷ് കളർ തന്നെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇൻറ്റൻഷനലായിട്ട് എടുക്കുന്നതല്ല, എടുക്കുമ്പോൾ അത് തന്നെയാണ് ആദ്യം കയ്യിലേക്ക് വരിക. എന്തൊക്കെ പറഞ്ഞാലും ഈ ബ്രൗണും ഫ്ലഷ് കളറും തമ്മിൽ നല്ലൊരു കോംബോ ആണ്. ഈ കളറൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ അത്യാവശ്യം വേണ്ടെടുത്ത് വൈറ്റ് കളറൊക്കെ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡും കൂടെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ടേപ്പ് ഒട്ടിക്കാത്ത സ്റ്റിക്കറാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാക്കി വന്നപ്പോൾ സ്റ്റിക്കറിന് അത്യാവശ്യം വലിപ്പം കൂടിയിട്ടുണ്ടെന്ന് തോന്നും, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇനി നമ്മൾ നേരത്തെ കളറടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുള്ള ഫ്രെയിമിനെ എടുക്കുക. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. വെറുതെ പ്ലെയിനായിട്ട് ഇട്ടേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആഷ് കളറോ പിങ്കോ വൈറ്റോ ബ്ലാക്കോ അങ്ങനെ എന്ത് വേണേലും കൊടുക്കാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് വായിക്കുന്നത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ആൻ ഫ്രാങ്ക് ഡയറിക്ക് കൊടുത്തേക്കുന്ന പോലെ തന്നെ എൻ്റെ ഡയറിക്കും എന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ട് വിളിക്കണമെന്ന്. അന്ന് എൻ്റെ മനസ്സിൽ ആൻ ഫ്രാങ്കിൻ്റെ കിറ്റി പോലെ ചെറിയ ചെറിയ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി, എന്ന് ഞാൻ എടുത്തു നോക്കിയാലും എന്തെങ്കിലും മോട്ടിവേഷനോ സ്പാർക്കോ ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പേര് തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ കുറേ ദിവസമായിട്ട് തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനൊരു പേര് കണ്ടുപിടിക്കാൻ. അവസാനം എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനത്തിൻ്റെ ബേസ് ചെയ്തുള്ള ഒരു പേര് തന്നെ കണ്ടുപിടിച്ചു. നമ്മുടെ കോമ്പസ് ഇല്ലേ, വടക്ക് നോക്കി യന്ത്രം. നിങ്ങൾക്കറിയാലോ, അതിൻ്റെ നീഡിൽ എപ്പോഴും വടക്ക് വശത്ത് മാത്രമേ പോയിൻ്റ് ചെയ്യുള്ളൂ. കാരണം അതിനെ അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് വടക്ക് വശത്താണുള്ളത്. അതിപ്പോൾ ഏത് ദിശയിലാണെങ്കിലും വടക്കോട്ട് മാത്രമേ അത് നീഡിൽ പോയിൻ്റ് ചെയ്യുള്ളൂ. അതുപോലെ ആവാൻ നമുക്ക് കഴിഞ്ഞാലോ? അതായത് നമ്മൾ മനുഷ്യന്മാരെ എത്ര ഗോൾ ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഡിസ്ട്രാക്ഷൻസും പ്രൊക്രാസ്റ്റിനേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടന്ന് നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മുടെ ഗോളിലേക്ക് ഒന്ന് പോയിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം. അപ്പോൾ ആ ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റിൽ വേറെ പേപ്പറിൽ കളർ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പേജിൽ നമ്മുടെ വിഷൻ ബോർഡാണ്. അതായത് കോഡ്സ് കൊണ്ട് നമുക്ക് വിഷനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് സിമ്പിളായിട്ട് ടൈറ്റിൽ എഴുതി കൊടുക്കുക. നമ്മുടെ കോഡ്സ് ഒക്കെ ഹണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടുത്തത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതായത് നമ്മൾ പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ്. ന്യൂ ഇയർ അല്ലേ വരുന്നത്, റെസൊല്യൂഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് അടുത്ത പേജ്. ഇതിലൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ടൈറ്റിൽ കൊടുക്കുക, സ്റ്റിക്കർ ഒട്ടിക്കാം. നെക്സ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നോർത്ത് ഡയറക്ഷൻ. അതായത് നമ്മുടെ ഗോൾസ് ഒക്കെ എഴുതി വെക്കുക. അതിപ്പോൾ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും മാറ്റി മാറ്റി എഴുതി വെക്കുക. അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാം. അതാണ് ഈ ഒരു പേജിൻ്റെ ഉദ്ദേശം. അടുത്തത് സൈഡ് ഹസിൽസ് ആണ്. അതായത് നമുക്ക് ഈ ഗോൾ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് പാഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനുള്ള ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്.
ഇതിലും ഇപ്പോൾ കാര്യമായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ലേഔട്ടിൽ വരച്ചു കൊടുക്കാം. അടുത്ത പേജിൽ നമ്മളൊരു കലണ്ടർ ഓവർവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കലണ്ടറും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വേണമെങ്കിൽ അടയാളപ്പെടുത്താം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം. അതായത് ജേണലിൽ A to Z കാര്യങ്ങളും എഴുതിയിടുന്നതോട് യോജിപ്പില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരുപാടങ്ങ് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. സോ അത്യാവശ്യമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം, ബാക്കി മനസ്സിലൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം, അത്രമാത്രം. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പേജിൽ ടു മൈ സെൽഫ് എന്ന് എഴുതുന്നുണ്ട്. അതായത് ഈ വർഷം എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്സ്, റിമൈൻഡേഴ്സ്, സജഷൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഇനി ഒരു ലെറ്റർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അത്രയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്ലാൻ ചെയ്യുക, കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ, പോകെ പോകെ നമ്മുടെ ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വരുത്തി പ്ലാൻ ചെയ്ത് പോവാം. അപ്പോൾ ഇതുവരെ ചെയ്തതിൻ്റെ എല്ലാം ഒരു ഓവർവ്യൂ കാണാം. കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ജേണലിൻ്റെ പുറം ചട്ടയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പോകെ പോകെ നമുക്ക് ഐഡിയ നല്ലത് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഇതൊക്കെ സിമ്പിളാണെങ്കിലും അത്യാവശ്യം ടൈം കൺസ്യൂം ചെയ്യുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ.